ലൈവ് അപ്ഡേറ്റുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയൊരു കോൺവെർസേഷൻ ആണ്, പക്ഷെ നല്ല രീതിയിൽ ട്രിം ചെയ്ത് കാണിച്ചിട്ടുള്ള ഒരുപാട് ഹിന്റുകൾ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ പ്രേക്ഷകരോടുള്ള എന്റെ റിക്വസ്റ്റ് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ സീസൺ അവസാനിക്കുന്നതിന് മുന്നേ 10K സബ്സ്ക്രൈബേഴ്സ് ആവുന്നത് കാണാൻ ഒരു ആഗ്രഹമുണ്ട്. നമ്മൾ പലതവണ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ദയവായി ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോവാം. ജാസ്മിനും ഗബ്രിയും നെസ്റ്റ് റൂമിൽ അപ്പുറത്തെയും ഇപ്പുറത്തെയും ബെഡിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ, ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഗബ്രി പറയുന്നു, ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് ഫ്രം എനിബഡി എന്ന്. ഇതേ വാചകം തന്നെയാണ് പറഞ്ഞത്, ഇംഗ്ലീഷിലാണ് പറഞ്ഞത്. നീയും റസ്മിനും ഒക്കെ എൻ്റെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാവും. ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ട് നിങ്ങളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടിയതല്ല എന്ന രീതിയിലൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട്. ഞങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എല്ലാവരുടെയും കാര്യമാണ് എന്നുടനെ ഗബ്രി പറയുന്നുണ്ട്. എന്താണ്, പ്രശ്നമാണോ എന്ന രീതിയിലൊക്കെ ജാസ്മിൻ വളരെ ക്യൂരിയോസിറ്റിയോടെ തിരിച്ചു ചോദിക്കുന്നുണ്ട്. അവിടെ വെച്ച് കോൺവെർസേഷൻ ട്രിം ചെയ്യുന്നുണ്ട്, ബാക്കി കാണിക്കുന്നില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ, തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഗബ്രി ഉദ്ദേശിച്ചത് ജാസ്മിന്റെ ഫിയോൺസയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിവാദം തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ പുള്ളിയെ കല്യാണം കഴിക്കാനിരുന്ന ആ ഒരു പുള്ളിയുടെ അഫ്സലിൽ നിന്നും ഇനി ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് വാർണിംഗ് കൊടുക്കും, പുറത്തെ കാര്യം പറയരുത് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് സെയിം കാര്യം വേറെ രീതിയിൽ പാക്കേജ് ചെയ്ത് അങ്ങ് അവതരിപ്പിച്ചു. ഇതാകുമ്പോൾ ബിഗ് ബോസ് കണ്ടുപിടിക്കത്തില്ലല്ലോ ഏത് ഗബ്രിയുടെ ഒരു ബുദ്ധിയെ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ജാസ്മിൻ ഗബ്രിയാണ് കേട്ടോ. ലാസ്റ്റ് കുറച്ച് സമയം നമ്മുടെ മക്കൾ സെൽവി തൂക്കുന്നുണ്ട് എന്നേ ഉള്ളൂ. ജാസ്മിൻ ഗബ്രി ചർച്ചകളാണ് എപ്പിസോഡ് മൊത്തം. കുറെ കാലങ്ങൾക്ക് ശേഷം അവരുടെ ഒരു വെറുപ്പിക്കൽ പരിപാടി ഉണ്ടായിരുന്നു എപ്പിസോഡ് മൊത്തം. പിന്നെ ഗബ്രി വളരെ അർത്ഥവത്തായ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, നമ്മളിവിടെ ഇരുന്ന് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും ക്രിഞ്ച് ആയിരുന്നു എന്നൊക്കെ. ഇപ്പോഴേലും ഒരു വകതിരിവ് വെച്ചല്ലോ, എന്ന് വെച്ചാൽ ബോറായിരുന്നു നമ്മുടെ കോംബോ എന്നുള്ള രീതിയിലൊക്കെ ജാസ്മിനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ ഇതും ഈ ഒരു ഹിന്റും ഇതേതായാലും ഒരു ഹിഡൻ മീനിങ് ഒക്കെ വെച്ചിട്ട് ഗബ്രി ജാസ്മിന് കൊടുത്ത ഹിന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം, വിലയേറിയ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.